അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചില നമ്പറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, 16, 13. ഇവിടെ ആദ്യത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ രണ്ടാമത്തെ നമ്പറും ലാസ്റ്റ് വന്ന നമ്പർ എത്രയാണ്? 6, 3 അതായത് അവിടെ 6, 3, 9. മനസ്സിലായില്ലേ? അതായത് ആദ്യത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും ഒരുപോലെ വരുന്ന നമ്പറുകളെ കുറിച്ചാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ 2 നമ്പറിൻ്റെ കൂടെ ഒരു 9 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പറുകൾ. അത് നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. 11ൻ്റെ കൂടെ ഒരു 9 കൂട്ടുമ്പോൾ 11, 20 കിട്ടും നമുക്ക്. അപ്പോൾ 11, 20 അല്ലെങ്കിൽ 20, 11 അങ്ങനത്തെ നമ്പറുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 90 നമ്പറുകൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില നമ്പറുകളുണ്ട്. അതിൽ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയെടുക്കേണ്ടത്? അത് അപൂർവങ്ങൾ വരുള്ള മിക്കപ്പോഴും, എങ്കിലും അത് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 28, 21 അടിച്ചിട്ടുണ്ടാവും. 28, 21 ഇവിടെ 2 വന്നിട്ടുണ്ട്. പിന്നത്തെ മൂന്നാമത്തെ നമ്പറും 2 തന്നെയാണ്. പക്ഷേ ഈ രണ്ടാമത്തെ നമ്പറും 8 ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ എത്രയാണ്? അവിടെ 1. അപ്പോൾ ആ 2 നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 9 കിട്ടുക. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനത്തെ നമ്പറുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കി നോക്ക്. കറക്റ്റായിട്ട് പ്രൈസിൽ വരുന്നുണ്ട്. ഇപ്പോൾ 46, 43 അടിച്ചു പോയ ധനലക്ഷ്മിയിൽ അടിച്ചു പോയ നമ്പറാണ്. എപ്പോഴും ഈ അടിച്ചു പോയ നമ്പറുകൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിച്ചു പോകുന്ന നമ്പറുകളിലാണ് നമ്മൾ എന്താണ് ഇതിൻ്റെ ഗുഡൻസ് എന്ന് നോക്കുന്നത്. അപ്പോൾ ആ ഗുഡൻസ് നോക്കിയിട്ടാണ് പിന്നീട് വരാൻ പോകുന്ന കാര്യങ്ങളും പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് 0 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചാൻസ്. ഇപ്പോൾ അത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ നമ്പർ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ ഒരാഴ്ച ബാക്കിൽ പോയിട്ട് നോക്കിയൊരു നമ്പറാണ് 25, 70 കാരുണ്യയിലാണ് അടിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 25, 70 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ചാൻസ് 25, 76 അല്ലെങ്കിൽ 25, 78 എന്ന് ഞാൻ ചാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതും കാരുണ്യയിൽ അല്ലെങ്കിൽ കാരുണ്യം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരുണ്യയിൽ വന്നില്ല. പക്ഷേ കാരുണ്യം കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം 25, 76 5000 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പറയുന്ന ഓരോ ഉദാഹരണങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ ഉദാഹരണം പറയുന്നത്? അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഉദാഹരണം പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐഡിയയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ ഐഡിയയിൽ പിന്നെയും അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അത് വന്നിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. അത് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. 25, 76 5000 കിട്ടിയെന്ന് പറഞ്ഞ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറയുന്ന ഓരോ ഐഡിയയിലും ഇതുപോലെ നോക്കിയും കണ്ട് എടുക്കുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് ലോട്ടറി എടുക്കുമ്പോൾ പ്രൈസ് അടിക്കുന്നുണ്ട്. അപ്പോൾ വന്ന റിസൾട്ടിൽ ഇതിങ്ങനെ വന്നിട്ടുണ്ട്, ഇത് അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് കാണിച്ചു തരുന്നതല്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നീടും അങ്ങനെ വരുന്നുണ്ട്. കാരണം നമ്പറുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത് വരാതിരിക്കില്ല. അതൊക്കെ ഒരു ടെക്നിക്കാണ്, ഒരു ഗുഡൻസാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിയാനുള്ള കഴിവ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറയാം. എങ്ങനെയാണ് അത് തിരിച്ചറിയാൻ? ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ ആ നമ്പർ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഒരേപോലത്തെ നമ്പർ. ഇപ്പോൾ 46, 43 എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും 4. പക്ഷേ 2 നമ്പറുകൾ അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടുമ്പോൾ 9. അങ്ങനെയുള്ള നമ്പറുകൾ പ്രൈസ് വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കുക. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 46, 40ൻ്റെ ബ്ലോക്കാണെങ്കിൽ നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടുക. അവിടെ എങ്ങനെയാണ് 3 വന്നെന്നുള്ളത്. 46 കഴിഞ്ഞാൽ 47, 48, 49. അവിടെ 49 അവിടെ 40ൻ്റെ ബ്ലോക്ക് അവസാനിക്കണം. അവിടെ 3. അപ്പോൾ എന്തായാലും 46, 43 അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ അത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ നമ്പർ 6 ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ 3 എടുക്കുക. അപ്പോൾ 6, 3, 9. കറക്റ്റായിട്ട് നിങ്ങൾക്കത് റിസൾട്ടൊക്കെ വെച്ച് ആ നമ്പറുകൾ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്ക്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ലോട്ടറി എടുക്കാതിരിക്കുക, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നമുക്കറിയാവുന്നൊരു ഐഡിയ മാത്രമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കാണിച്ചു തരുന്ന നമ്പർ ഇതാണ്. ഇതെന്നല്ല, ഇതുപോലത്തെ ഒരു ഉദാഹരണമാണ് കാണിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ 46, 43 അടിച്ചിട്ടുണ്ട്. അതുപോലെ അതേ നോക്കിക്കാൻ നിങ്ങൾ 28, 21 അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലും ഇതാണല്ലേ 83, 86 ഇതല്ലേ 83, 86 അടിച്ചിട്ടുണ്ട്. ഇവിടെ 83, 86 എന്ന് പറയുമ്പോൾ ഈ 2 നമ്പറും സെയിം ആയിരിക്കും. 8 ഓക്കെയാണ്, ഇവിടെയും 8 ഓക്കെയാണ്. പക്ഷേ ഇവിടെ നോക്കുക നിങ്ങൾ 3, 6, 9. ഇങ്ങനെയുള്ള ഒരുപാട് നമ്പറുകൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ ഇനിയും കാണിച്ചു തരാം. ഒരുപാട് നമ്പറുകളുണ്ട്. നമ്മളെ കണ്ണിൽ കാണുന്നത് മാത്രമേ കാണിച്ചു. ഇത് നോക്കുക നിങ്ങൾ 37, 32 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3, 3 ഓക്കെയാണ്. പക്ഷേ ഇവിടെ 7, 2 കൂട്ടുമ്പോൾ നമുക്ക് 9 കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും
ഈ ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും ഒരേ സെയിം നമ്പറാണെങ്കിൽ ഈ നമ്പറിൽ കൂടെ എത്ര കൂട്ടിയാലോ 9 വരിക, ഇവിടെ 7ൻ്റെ കൂടെ 2 കൂട്ടിയാലോ 9 വരിക. അപ്പോൾ അങ്ങനത്തെ നമ്പറുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കി നോക്കുക. ഒരുപാട് പ്രൈസുകളിൽ വന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇനി അത് മാത്രമല്ല, നമുക്കിങ്ങനെ വന്നൊരു നമ്പറാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 46-40ൻ്റെ ബ്ലോക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിത് ഇവിടെ കാണിച്ചില്ല. നമുക്ക് 85-89 വന്നിട്ടുണ്ടായിരുന്നു. ഇതെവിടെ കണ്ടില്ലേ? ഇത് ഇങ്ങനത്തെ ഒരു നമ്പർ തന്നെയാണ്. ഇത് കണ്ടില്ലേ? ഇവിടെ 8 ഓക്കെയാണ്, ഇവിടെയും 8 ഓക്കെയാണ്. പക്ഷേ ഇവിടെ 5ൻ്റെ പകരം ഇവിടെ 5 വന്നിട്ടുണ്ട്. അപ്പോൾ 5ഉം, അതായത് ഇവിടെ 4ആണ് ശരിക്കും വരേണ്ടത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നോക്കുക, ഇവിടെ 4ആണ് വരേണ്ടത്. 85-84 യഥാർത്ഥ നമ്പർ. അപ്പോൾ ഇവിടെ 9 വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് 48-59 അങ്ങനത്തെ ഒരു നമ്പർ നമുക്ക് ചാൻസാണ്. ഈ 48-59 എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും ചാൻസ് ഇല്ല. അതിൻ്റെ പിറ്റത്തെ ദിവസം 48-59 വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ രീതിയിലും ചാൻസ് നോക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വന്നിട്ടുള്ള നമ്പറുകൾ ഇവിടെ നോക്കുക. നമ്മൾ 9ൻ്റെ ഒരു ട്രിക്കിൽ നമ്മൾ 85-80ൻ്റെ ബ്ലോക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 85-80ൻ്റെ ബ്ലോക്ക് 9ൻ്റെ നമ്പറുകളിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്പർ ഏതാ? 85-80ൻ്റെ ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ 77-22 ശരിക്കും യഥാർത്ഥ നമ്പർ. ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോ. അതായത് ഇതല്ലേ, ഇവിടെ 85-89 വന്നിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അങ്ങനെയുള്ള നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഐഡിയൽ നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ 77-29 വന്നിട്ടുണ്ട്. പോരാത്തതിന് എന്തായാലും നമ്മുടെ 9ൻ്റെ നമ്പറായ 77-22 അവിടെ നിന്ന് അങ്ങോട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്നലെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ ഈ 9ൻ്റെ ട്രിക്കിൽ നമുക്ക് നോക്കിയിട്ട് അടുത്ത ചാൻസും കൂടി കണ്ടെത്താൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ 34-38 അടിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ ഈ നമ്പറും സെയിം ആണെങ്കിൽ ഇവിടെ 4ൻ്റെ കൂടെ ഇവിടെ 5 കൂട്ടുമ്പോഴാണ് 9 വരിക. ശരിക്കും ഇവിടെ 34-35 യഥാർത്ഥ നമ്പർ. അപ്പോൾ നമുക്കിവിടെ 53-48 ശരിക്കും പറഞ്ഞാൽ വരാനുള്ളൊരു നമ്പറാണ്. 53-48 വരാനുള്ളൊരു നമ്പറാണ്. പക്ഷേ അത് വന്നിട്ടില്ല. 53-44 വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമുക്കിവിടെ 34-30ൻ്റെ ബ്ലോക്ക് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ള 9ൻ്റെ നമ്പറുകളിൽ നോക്കാനും പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോക്കും കൂടിയും കണ്ടെത്താൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്കിവിടെ ഇത് നോക്കി നോക്കാം. 34-30ൻ്റെ ബ്ലോക്ക് നോക്കുമ്പോൾ നമുക്ക് 30-87 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 30-87 അതുപോലെ 30 ഈ ലാസ്റ്റ് നമ്പർ കണ്ടില്ലേ 30-88 അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇത് 4-ാം തീയതിയാണ്. 5-ാം തീയതിക്ക് എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. 30-80ൻ്റെ ബ്ലോക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോഴല്ലേ നമുക്ക് കാര്യം അറിയുള്ളൂ. ഇങ്ങനെ ചാൻസ് നമുക്ക് നോക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 30-80ൻ്റെ ബ്ലോക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ 30-80ൻ്റെ ബ്ലോക്കിൽ ഞാൻ നോക്കട്ടെ. 30-80ൻ്റെ ബ്ലോക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്കതും ഒരു ചാൻസ് തന്നെയാണ്. കറക്റ്റായിട്ട് 30-87 വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? 37-80 അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30-87 വരണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ നിങ്ങൾ നോക്കുക. അതായത് നമ്മുടെ യഥാർത്ഥ നമ്പർ എത്രയാണ്? 34-35. അപ്പോൾ നമുക്ക് ഈ 5 ദിവസം കഴിഞ്ഞിട്ട് നോക്കി നോക്കാം നമുക്ക്. അതായത് ഇവിടെ നിന്നിട്ട് 5. അപ്പോൾ ഇത് 4-ാം തീയതിയാണ്. 4 കഴിഞ്ഞാൽ 5, 6, 7, 8, 9-ാം തീയതിയിൽ. ഓക്കെ, 9-ാം തീയതിയിൽ നമ്മൾ ഈ പറഞ്ഞ 30-80ൻ്റെ ബ്ലോക്ക് വരണം. അല്ലെങ്കിൽ 9-ാം തീയതി കഴിഞ്ഞിട്ട് 10-ാം തീയതി. ഇങ്ങനെയൊക്കെ നമുക്ക് ആ ദിവസങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. എന്ന് വരും ആ ഒരു ഇതിൽ വെച്ച് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കി നോക്ക് കറക്റ്റായിട്ട് ആ ഡേറ്റിൽ. കറക്റ്റായിട്ട് 9-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി കഴിഞ്ഞിട്ടായാലും കറക്റ്റായിട്ട് 30-87 വീണ്ടും വരും. അല്ലെങ്കിൽ 30-88. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് നമുക്കിതിൽ നോക്കാൻ പറ്റും. ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇത് ഒന്നും കൂടി മനസ്സിലാകാത്ത ആൾക്കാർക്ക് ഞാനിത് ഒന്നും കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇതിലേതെങ്കിലും വേറൊരു നമ്പറും കൂടി ഞാൻ കാണിച്ചു തരാം. ഒരേ സെയിം ആയിട്ടുള്ള ഇതുപോലത്തെ ഒരേ സെയിം ആയിട്ടുള്ള നമ്പറുകൾ കണ്ട. 58 ശരിക്കും പറഞ്ഞാൽ ഇവിടെ 51 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്പർ 58-51. അതായത് ഇതേ നമ്പർ തന്നെയാണ് ഇവിടെ 5-5. അപ്പോൾ ഇവിടെ 8ൻ്റെ കൂടെ എത്ര കൂട്ടിയാലും 9 ആവും. അവിടെ 1 അപ്പോൾ 58-51 ശരിക്കുള്ള നമ്പർ. ഇപ്പോൾ ഇവിടെ അത് വന്നിട്ടില്ല. അപ്പം നെക്സ്റ്റ് നമ്പർ ഇവിടെ 15-87 എന്നുള്ളൊരു നമ്പർ നമുക്ക്
1587 എന്നുള്ളൊരു നമ്പർ നമുക്ക് കിട്ടും. പോരാത്തതിന് ഇവിടെ 5850 ബ്ലോക്ക് ഏതാണെന്ന് നോക്കുക. അതും ഇവിടെ 1 ശരിക്കുള്ള നമ്പർ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ, അതായത് 6-ാം തീയതി, 7-ാം തീയതി അല്ലെങ്കിൽ 8-ാം തീയതിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമ്പർ 585 ഇത് എവിടെയാണോ ഇരിക്കുന്നത് നോക്കുക. 585 ഇരിക്കുന്നത് 585 ഇത് ഇവിടെ അല്ലേ. 5265 എന്നുള്ള നമ്പർ ഒരു ദിവസം കഴിഞ്ഞാൽ വരും. അതെന്നാ വരിക? 6-ാം തീയതി ആയിരുന്നു. അപ്പോൾ 5265 വരുന്നത് 7-ാം തീയതി കഴിഞ്ഞിട്ട് 8-ാം തീയതി. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ 7-ാം തീയതിയാണ് വരേണ്ടത്, അല്ലെങ്കിൽ 8-ാം തീയതി ഒക്കെ നോക്കി നോക്കുക. അല്ലെങ്കിൽ 8 കഴിഞ്ഞിട്ട് 5260 എന്നുള്ള ഒരു നമ്പർ വരാൻ സാധ്യതയുണ്ട്. അതും 5260 ഈ ഒരു ലാസ്റ്റ് ഇതിൽ പഠിച്ചിട്ടുള്ളത് എത്രയാണ്? 7 അപ്പോൾ നമുക്ക് 5267 തന്നെ എടുക്കാം. ഓക്കെ, 5267 തന്നെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് 5265 തന്നെ. അതൊരു 9ൻ്റെ നമ്പറാണ്. അത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 7-ാം തീയതിയിലത്തെ റിസൾട്ട് എൻ്റെ കയ്യിലില്ല, നിങ്ങൾ നോക്കുക തന്നെ വേണം. 8-ാം തീയതിയിലത്തെ റിസൾട്ട് ഇല്ല, 9-ാം തീയതിയിലത്തെ റിസൾട്ടൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ പറ്റും. പിന്നെ അടുത്ത ചാൻസ് ഇതുപോലെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നമ്പറും കൂടി ഞാൻ കാണിച്ചു തരാം. ഒരേ സെയിം ആയിട്ടുള്ള നമ്പർ ഇത് ഇവിടെ നോക്കുക. നിങ്ങൾ 33 35 അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 33 35 അടിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമ്പർ ഇതും ഒരേ സെയിമാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 6 വരേണ്ടത് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ, 33 36 നമ്മുടെ യഥാർത്ഥ നമ്പർ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ 33 കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 33 34 35 36 37 38 39 ഇവിടെ 6 തന്നെയാണ് യഥാർത്ഥ നമ്പർ. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 33 36 ശരിക്കും വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 333 എന്നുള്ളൊരു നമ്പർ ഉണ്ടല്ലോ, അത് ഇതിൽ നോക്കുക. 9ൻ്റെ നമ്പറുകളിൽ ഒന്നുകൂടി പോയി നോക്കുക. ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആൾക്കാർക്ക് ഒന്നുകൂടി മനസ്സിലാവാനാണ്. ഇവിടെ 333 നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നെക്സ്റ്റ് ബ്ലോക്ക് കറക്റ്റായിട്ട് 2990 ബ്ലോക്ക്. അതും എത്ര ദിവസം കഴിഞ്ഞിട്ട് വരിക? 6-ാം ദിവസം അല്ലെങ്കിൽ 6 ദിവസം കഴിഞ്ഞിട്ട്. യഥാർത്ഥ നമ്പർ നമുക്കിവിടെ 6 അപ്പോൾ 6-ാം ദിവസം അല്ലെങ്കിൽ 6 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ 2990 ഒന്നില്ലെങ്കിൽ ഇതിലുള്ള അതേ നമ്പർ 5 ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ 9ൻ്റെ നമ്പർ 2997 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ചാൻസ് നോക്കാൻ പറ്റും. പോരാത്തതിന് ഇവിടുന്ന് ഈ 6 ഇവിടെ നമുക്ക് എന്തെങ്കിലും ചാൻസ് നമ്പർ ഇവിടെ ലാസ്റ്റ് വരേണ്ടതെന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് 63 35 എന്നുള്ളൊരു നമ്പർ നമുക്ക് കിട്ടും. 63 35 ഇങ്ങനെയും നമുക്ക് ചാൻസ് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 2990 വന്ന് കിടക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും 2995 അല്ലെങ്കിൽ 7 ഇതുപോലെ എത്ര ദിവസം കഴിഞ്ഞിട്ട് വരിക? 6-ാം ദിവസം, ഒന്നില്ലെങ്കിൽ 6 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 6-ാം ദിവസം എന്തായാലും ഈ ഒരു ബ്ലോക്ക് വരും. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ നമ്പറുകൾ കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടുത്തെ നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ വേറൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ 9ൻ്റെ നമ്പറുകൾ ഇപ്പോൾ 16 25 എന്ന് പറയുമ്പോൾ 16ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ 25 കിട്ടുക. അത് നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനത്തെ നമ്പറുകളിലാണ്. ഇത് ഇങ്ങനത്തെ നമ്പറുകളിലായിരിക്കും. ഇത് കണ്ടില്ലേ, ഇവിടെ 1 ഇവിടെ 2 ഉള്ള നമ്പറുകൾ, അല്ലെങ്കിൽ ഇവിടെ 2 ഇവിടെ 3 ഉള്ള നമ്പറുകളിൽ ഇവിടെ ഏതാണോ അതിനേക്കാളും ഒരു നമ്പർ ഇവിടെ കുറച്ചാൽ മതി. കണ്ടില്ലേ, ഈ ഒരു നമ്പർ ഇവിടെ ഒരു നമ്പർ 6 ആണെങ്കിൽ അതിനേക്കാളും ഒരു നമ്പർ കുറച്ച് ഇവിടെ 5 വന്നു. പക്ഷേ ഇവിടെ 1 2 വന്നിട്ടുള്ള നമ്പറുകളായിരിക്കണം, 2 3 വന്നിട്ടുള്ള നമ്പറുകളായിരിക്കണം. അതുപോലെ ഇവിടെ 4 അതുപോലെ ഇവിടെ 5 വന്നിട്ടുള്ള നമ്പറുകളിൽ ഇവിടെ എത്ര വന്നാലും ഇതിനേക്കാളും ഒരു നമ്പർ കുറവ് കൂടെ എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് എന്തായിരിക്കും ഈ 48ൻ്റെ കൂടെ 9 കൂട്ടി എത്ര എന്നുള്ള നമ്പർ ഇവിടെ കാണിക്കും. ഇങ്ങനത്തെ നമ്പറുകളിലായിരിക്കും. അത് പിന്നെ നമുക്ക് കൂട്ടിയാലും മതി. ഒന്നാമത് ഇപ്പോൾ 48 57 എന്ന് പറയുമ്പോൾ നോക്കിയാൽ 48 ഞാൻ 49 50 51 52 53 54 55 56 57 ഉണ്ടാകും. കറക്റ്റ് 48 57. 48ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ 57. അത് ഇങ്ങനെയുള്ള നമ്പറുകളിലായിരിക്കും. ഓക്കെ, ഈ 4 5 കറക്റ്റ് 2 3 1 2 ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എടുക്കേണ്ട നമ്പറുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു നമ്പർ കറക്റ്റായിട്ട് താന്നിട്ടായിരിക്കും മിക്കപ്പോഴും വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഈ പറഞ്ഞതുപോലത്തെ ഒരു നമ്പർ വരും. അതെങ്ങനെയാണ്? ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ 23 30ൻ്റെ ബ്ലോക്കാണ്. 23ൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു 9 കൂട്ടുമ്പോൾ ഇതിനേക്കാൾ ഒരു നമ്പർ കുറച്ച് ഇവിടെ 2 വരിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 23 32 നമ്മുടെ ആ ഒരു നമ്പർ. പക്ഷേ ഇവിടെ 23 36 ചാൻസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
23ൻ്റെ കൂടെ നിങ്ങളൊരു 9 കൂട്ടാൻ ശ്രമിക്കുമ്പോൾ നോക്കുക. നിങ്ങൾ 23 കഴിഞ്ഞാൽ 24, 25, 26, 27, 28, 29. ആ 9 എന്നുള്ള ഒരു സംഭവം അവിടെ അവസാനിച്ചു. അതായത് 23 മുതൽ 23 തൊട്ട് നമ്മൾ കൂട്ടുമ്പോൾ അവിടെ 9 അവസാനം ഏത് വരലെത്താൻ നോക്കുക. 23, 24, 25, 26, 27, 28, 29. ഇവിടെ 29 അവസാനിച്ച് പിന്നെ 30ലേക്ക് കിടക്കുന്നത്. കാരണം 32, 23 കഴിഞ്ഞാൽ 32 ആയില്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 6 ചാൻസ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, 23 കഴിഞ്ഞാൽ എണ്ണിക്കഴിഞ്ഞാൽ 24, 25, 26, 27, 28, 29. ഇവിടെ കറക്റ്റായിട്ട് നമ്മുടെ മറ്റേ നമ്പറാണ്. അതായത് 23, 29 എന്നുള്ള ആ ഒരു നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ അവസാനിക്കുന്നത് 6ാമത്തെ വരലാണ്. അതുകൊണ്ട് ഇവിടെ 23, 36 എന്ന് പറഞ്ഞൊരു നമ്പർ മിക്കപ്പോഴും അങ്ങനെ വരുന്നുണ്ട്. ഇതേണ്ടല്ലേ, ഇവിടെ 23, 36 വന്നിട്ടുള്ളത് അങ്ങനെയാണ്. നിങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ ഒരു നമ്പറല്ല, നിങ്ങൾക്ക് ഒരുപാട് നമ്പറുകൾ വേണമെങ്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. ഇപ്പോൾ ഇത് 28, 21 വന്നിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങൾ നോക്കുക. നിങ്ങൾ 28 കഴിഞ്ഞാൽ 29, അതായത് ഒരു വിരലെണ്ണം നമ്മൾക്ക് അവിടെ 29 അവസാനിച്ചു. അതാണ് ഇങ്ങനെയുള്ള ചില നമ്പറുകളിൽ കറക്റ്റായിട്ട് അങ്ങനെ വരുന്നത്. ഒന്ന് അതുപോലെ തന്നെ ഇപ്പോൾ 46, 43 എടുക്കുകയാണ്. 46 കഴിഞ്ഞാൽ 47, 48, 49 അവിടെ അവസാനിച്ചു. 3 വിരലെണ്ണം നമ്മൾക്ക് അവിടെ അവസാനിച്ചു. അപ്പോൾ അവിടെ 3 വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള നമ്പറുകളിൽ ഈ 6ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 9 വരിക? 3 കൂട്ടുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ നോക്കിയെടുത്താൽ മതി. 6, 3, 9. അതുപോലെ 8, 1, 9. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവും. ഇതാണ് സംഭവം എന്നുള്ളത്. ഓക്കെ, അതുപോലെ ഇവിടെയും അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണില്ല 3, 6, 9. നമ്മൾ പറഞ്ഞു വന്നത് മറ്റേ രീതിയിലാണെങ്കിൽ 23ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2 വരിക. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് 6 വന്നത്? ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. മനസ്സിലായവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലാകാത്തവർ ഇത് ഒന്നുകൂടി ഇരുന്ന് കണ്ട് ഞാൻ മനസ്സിലാവും. അല്ലാണ്ട് മനസ്സിലാകുന്ന രീതിയിൽ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ രീതിയിൽ പറഞ്ഞു തരാനും പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വെച്ച് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ ലോട്ടറി എടുക്കാം. അല്ലാത്തവർക്ക് വെറുതെ പൈസ ഈ എൻ്റെ ട്രിക്ക് കണ്ടിട്ട് നിങ്ങൾ ലോട്ടറി എടുത്ത് കാശ് കളയാനൊന്നും ഞാൻ ഒരാളോടും പറയുന്നില്ല. ആരും അങ്ങനെ കാശ് കളയാൻ വേണ്ട. കാശ് കളയാനാണ് ഉദ്ദേശമെങ്കിൽ അത് നിൽക്കണ്ട. നിങ്ങൾ ലോട്ടറി എടുത്ത് ഒരുപാട് കാശ് പോയിട്ടുണ്ടെങ്കിൽ ഇനി എടുക്കണ്ട, അത്രയേ ഉള്ളൂ. അല്ലാതെ വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ട്രിക്ക് കണ്ട് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ. അതിന് ഞാൻ ഉത്തരവാദിയില്ല. ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.